മമ്മൂട്ടി, മലയാളത്തിന്റെ സ്വന്തം ബിലാൽ ജോൺ കുരിശിങ്കൽ. ആ പേര് കേട്ടാൽ കൊച്ചു മാത്രമല്ല, സിനിമാ തിയേറ്ററിൽ വരെ കയ്യടിയായിരിക്കും. ഇതാ കയ്യടിച്ച ആളുകള് പറഞ്ഞേക്ക് ടീച്ചറെ മൂത്ത മോൻ ബിലാൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. എന്തിനൊന്നാണ്? വെറുതെ ഒന്നല്ല, ദുബായിൽ നിന്ന് കപ്പൽ കയറിയിട്ട് തൂക്കാനാണ്. പത്മഭൂഷൺ ബിലാൽ അതും കൊണ്ടേ വണ്ടി വിട്ടു പോകൂ. ഓക്കെ, കൊച്ചു പഴയ കൊച്ചിയായിരിക്കില്ല, പക്ഷെ ബിലാൽ പഴയ ബിലാലാണ്. അത് എവിടെയാണെങ്കിലും ശരി, ബിലാൽ പത്മഭൂഷൺ കൊണ്ട് ഈ വണ്ടി വിട്ടു പോകൂ. അത് പണം കൊണ്ടല്ല, അർഹതപ്പെട്ടത് കൊണ്ടാണ്, കഴിവ് കൊണ്ട് നേടിയെടുക്കുന്നത്. ഓക്കെ, കാലം സാക്ഷി, ചരിത്രം സാക്ഷി. ഭാഗ്യത്തിന്റെ കളിയല്ല, സ്വന്തം ചോരയും നീരും നൽകി കെട്ടിപ്പടുത്ത കഴിവിന്റെ മാത്രം കളി. ചന്തുവിനെ തോൽപ്പിക്കാനാവൂല മക്കളെ. ഈ ഗെയിമിൽ ഇത്രയും നാൾ പിടിച്ചു നിർത്തിയത് പണമോ സമ്പത്തോ ആ സൗന്ദര്യമോ അല്ല, മറിച്ച് നെഞ്ചിൽ കൊണ്ടു നടന്ന അഭിനയം എന്ന അസാധ്യ പ്രതിഭ. തലമുറകൾ എത്ര മാറിയാലും മാറി മറിഞ്ഞാലും സ്വന്തം കഴിവിന്റെ കരുത്തിൽ സിംഹാസനം ഉറപ്പിച്ച ഈ ഇതിഹാസത്തെ മറികടക്കാൻ കാലത്തിന് പോലും കഴിഞ്ഞിട്ടില്ല അല്ലേ? കാലമേ, മലയാള സിനിമയുടെ ചരിത്രത്തിൽ ക്ലൈമാക്സുകളും ലൊക്കേഷനും മാറി മറിയുന്നു. കൂടെ അഭിനയിച്ച നടിമാരും കൈകോർത്ത സംവിധായകർ ഒന്നടങ്കം മാറിപ്പോയപ്പോഴും ലോകത്തിനു മുമ്പിൽ ഇന്ത്യൻ സിനിമയുടെ യഥാർത്ഥ അഭിമാനമായി നമ്മുടെ മാത്രം മമ്മൂട്ടി അവിടെ ഹിമാലയം പോലെ തലയുയർത്തി നിൽക്കുകയാണ്. തന്റെ ഓരോ ശ്വാസത്തിലും അഭിനയത്തെ മാത്രം കൊണ്ടു നടക്കുന്ന ഈ വലിയ പ്രതിഭയെ തോൽപ്പിക്കാൻ മലയാള സിനിമയിൽ ആരുണ്ട് എന്ന ചോദ്യം ഉത്തരണ്ടോ? പ്രായത്തെ പോലും തോൽപ്പിക്കുന്ന ആ കട്ട പൗരുഷത്തോടെ ഇന്നും സിംഹത്തെ പോലെ വാഴുന്ന ഈ വലിയ നടന്റെ കൈകളിലേക്ക് രാജ്യം ഇന്ന് പത്മഭൂഷൺ വെച്ച് നിൽക്കുമ്പോൾ ഓരോ മലയാളിയുടെയും ശരീരത്തിൽ ചോര തിളക്കുകയാണ്. നന്ദി കാലമേ, ഈ മഹാവിസ്മയത്തെ ഞങ്ങൾക്ക് മമ്മൂട്ടിയുടെ ആരാധകർ, യഥാർത്ഥ ആരാധകർ. മലയാളത്തിൽ മമ്മൂട്ടിയുടെ സിനിമ വന്നാൽ 3 വട്ടം കാണുന്ന ഒരേ ഒരു പനോടിന്റെ അഭിമാനം നോക്കൂ, കാസർഗോഡ് പുത്രൻ. കൺഗ്രാജുലേഷൻ മമ്മൂക്ക, പിറക്കുമോ ഇങ്ങനെ ഒരു പുത്രൻ അടയാളപ്പെടുത്തു കാലമേ. മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ. റൊമാൻറ്റിഫിക്കേഷൻ